ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായക്കടയിൽ കിട്ടുന്ന പഴംപൊരി അതേ ടേസ്റ്റിൽ നമുക്കുണ്ടാക്കാം. ഈസിയായി തയ്യാറാക്കാവുന്ന പഴംപൊരിയുടെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി നന്നായി പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്തു. ഓരോ പഴവും 3ആയി കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇളം ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസാകാൻ പാടില്ല. ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഈ പരുവത്തിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് ചെറുതായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തയ്യാറാക്കിയ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി അതിൽ നിന്നൊരു തുള്ളി തിളച്ച എണ്ണയിലേക്ക് ഒഴിക്കാം. മാവ് ഫ്രൈ ആയി പൊങ്ങി വരുന്നെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ആദ്യം ഒരു പഴം ബാറ്ററിൽ നന്നായി പൊതിഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം ആക്കുക. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ പഴംപൊരി നല്ല കറക്റ്റായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളവയും നമുക്ക് ഓരോന്നായി ബാറ്ററിൽ പൊതിഞ്ഞ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയും ടേസ്റ്റിയുമായ നമ്മുടെ പഴംപൊരി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. ഗുഡ് ബൈ.